ഹലോ നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. എല്ലാവർക്കും ഐശ്വര്യമീ ഓണം എന്ന ഓണം സീരീസിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളുടെ ഓണം സീരീസ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓണം സീരീസിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വീഡിയോ ആണ് ഹെയർ സ്റ്റൈൽസ് വീഡിയോ. അല്ലെ, ഓണത്തിന് പറ്റിയ നല്ല 5 ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഓണം സജഷൻസ് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം മീൻസ് ഹീറ്റ് ടൂൾസും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും സെറ്റിംഗ് സ്പ്രേയും ഒന്നും യൂസ് ചെയ്യാത്ത ഹെയർ സ്റ്റൈൽസ് വേണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നുമില്ല കേട്ടോ. ആകെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടത്തെ ഉള്ള ഈ ഒരു മുടി മാത്രമാണ് ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം ചുരുട്ടിയേക്കുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ഒരു ഹീറ്റിംഗ് ടൂൾസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നോ സെറ്റിംഗ് സ്പ്രേ, നോ ഹീറ്റിംഗ് ഹീറ്റിംഗ് ടൂൾ, ഓക്കെ, അങ്ങനത്തെ യാതൊരുവിധ ടൂൾസും യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് 5 ഹെയർ സ്റ്റൈൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പടയെന്ന് നമുക്ക് ഈസിലി ചെയ്യാൻ വേണ്ടി പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ മിഡിൽ കോമ്പാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടീഷൻ എടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുണ്ടോ ഇത്രയും മാത്രം പോർഷൻ രണ്ടും ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിലത്തെ പോർഷൻ മുടി മാറ്റി വെക്കുക. എന്നിട്ട് ഈ പോർഷൻ വന്നിട്ട് 2 സെപ്പറേറ്റ് പീസുകളായിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസാക്കായിരുന്നു, എനിക്ക് ഇത്ര ടൈറ്റ് ആയ മാതിരിയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും ചെയ്യുകയാണ്. 2 പീസ് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ പീസസ് ഒക്കെ ഇടാനുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇടുക കേട്ടോ. സൈഡിൽ ഒക്കെ ഇടുക. ഇട്ടതിന് ശേഷം ബാക്കി മുടി നമുക്ക് കെട്ടാം. ഈ മുടി വേണമെങ്കിൽ നമുക്ക് പിന്നെ കേൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ ഇടാം. എൻ്റെ ബാക്കിലത്തെ മുടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ പിരിച്ചെടുക്കുകയാണ് കേട്ടോ. പിരിച്ചിട്ട് അത് ഒരു ബൺ മാതിരി ചുറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് യു പിൻസ് വെച്ചിട്ട് വേണമെങ്കിലും സെക്യൂർ ചെയ്യാം. റബ്ബർ ബാൻഡ് ഇട്ട് മാത്രം കെട്ടിയാൽ പോലെ യു പിൻസും കൂടി വെച്ചിട്ട് സെക്യൂർ ചെയ്താൽ മാത്രമേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞിങ്ങനെ വിട്ടുപോരും പെട്ടെന്ന്. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ് മുടീൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നത്. എൻ്റെ ഹെയർ കളറൊക്കെ പോയതുകൊണ്ട് ഇപ്പം മര്യാദയ്ക്ക് ഹെയർ സ്റ്റൈൽ കാണില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം, റോസസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂക്കളോ അല്ലെങ്കിൽ ഒറിജിനൽ ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ ജസ്റ്റ് സൈഡിൽ കിടക്കുന്ന സാധനം മാത്രം ഒന്ന് കേൾ ചെയ്തിരുന്നുണ്ട്. അപ്പോഴാണ് അത് ഭംഗിയെന്ന് എനിക്ക് തോന്നി. എൻ്റെ മുടി അവിടെയൊക്കെ വേറെ എന്തൊക്കെയൊക്കെ ഒരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാതിരി ചെയ്യാം. അപ്പോൾ ഞാൻ 2 സൈഡ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടെ നമ്മൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. പാർട്ടീഷൻ മാറ്റിയെടുക്കാം. കുറച്ച് ലൂസ് ആക്കണം കേട്ടോ, ഞാൻ കുറച്ച് ടൈറ്റ് ആക്കി. അപ്പോൾ അതൊന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്ന് പെട്ടെന്ന് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ലൂസ് നമ്മൾ മുടി അഴിച്ചിട്ട് ടൈപ്പ് ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഏത് പാർട്ടീഷനാണ് എടുക്കേണ്ടത് എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ പിരിച്ചതിന് ശേഷം അത് ലൂസാക്കി കൊടുത്തിട്ട് ചെവിൻ്റെ, അതായത് ഓപ്പോസിറ്റ് ചെവിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് അത് നമ്മൾ എന്താ പറയുക പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് തന്നെ നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ സൈഡ്, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കുത്തി. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ മുടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ പിരിച്ച് ഒന്ന് ലൂസൻ ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് കുത്തി കൊടുക്കാം. അങ്ങനെ ഒരു 2-3 ലെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിട്ടിരിക്കും കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് പിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക നമ്മളെന്തോ കാര്യമായിട്ടൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. 2-3 ലെയർ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതായത് ഓരോ സൈഡിൽ നിന്നും 3 എണ്ണം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈലാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മുല്ലപ്പൂ വയ്ക്കാം, അല്ലെങ്കിൽ ഹെയർ ആക്സസറി വെക്കാൻ കണ്ടത്. ഇങ്ങനെയാണ് ബാക്കിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ ആക്സസറിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഹെയർ ആക്സസറി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. മിഡിൽ കോംബോ സൈഡ് കോംബോ എടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് പോർഷൻ മുടി എടുത്തതിന് ശേഷം ഇതൊന്ന് ബ്രെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. ബ്രെയ്ഡ് ചെയ്ത് ഒന്ന് അതിനെ ലൂസൻ ചെയ്യുക. അപ്പോഴാണ് കുറച്ച് തിക്നെസ് ഫീൽ
സ്റ്റൈൽ ചെയ്യുക ഫൈനായിട്ടുള്ള ഹെയറിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ അറ്റം വരെ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പരന്ന നല്ല രസമുള്ള ബ്രെയ്ഡ്സ് മാതിരി ഇരിക്കുവേ. ഇത് തന്നെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ബാക്കിൽ കൊണ്ട് ഒരുമിച്ച് റബ്ബർ ബാൻഡ് ഇടുക കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ മൊത്തം മുടി എടുത്തിട്ട് രണ്ട് സെക്ഷനായിട്ട് മാറ്റാം. ആ റബ്ബർ ബാൻഡ് അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിയ റബ്ബർ ബാൻഡ് നമുക്ക് ഉരുക്കളയാവേ. അപ്പോൾ ഇത് നമുക്ക് മുടി മൊത്തം നമുക്ക് 2 സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ലോ ബണ്ണാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിടിക്കുക. എന്നിട്ട് നമ്മൾ 2 സൈഡും ഈ ഒരുമിച്ച് ഓരോരോ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. 2 നമ്മൾ പണ്ട് സ്കൂളിൽ കെട്ടുന്ന പോലെ മുടി കെട്ടുന്ന പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടി വെക്കുക. ഇനിയാണ് നമ്മളുടെ മെയിൻ പാറ്റേണിലേക്ക് വരുന്നത്. അതായത് നമ്മൾ 2 സൈഡിൽ നിന്നും ബ്രെയ്ഡ് ചെയ്തില്ലേ, അതിലേക്ക് ക്രോസ് ആയിട്ട് നമ്മൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലെ ബ്രെയ്ഡ് ചെയ്തിൽ അങ്ങോട്ടിൽ ലൂപ്പ് മാതിരി എടുക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ബ്രെയ്ഡിൽ ലൂപ്പ് മാതിരി അങ്ങോട്ട് കോർത്ത് എടുക്കുക. ഇത് നമ്മുടെ മുടിയുടെ ലെങ്ത് എത്ര ഉണ്ടോ അത്രയും വരെ ക്രോസ് ചെയ്തിട്ട് അവസാനത്തെ ആ ഒരു പീസ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മൾ മുടി ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത മാതിരി തോന്നും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ഈ ബാക്കിയുള്ള പോർഷൻ നമ്മുടെ മുടീൻ്റെ അടിയിലേക്ക് നമുക്ക് മിഡിലിൻ്റെ അടിയിലേക്കോ മുകളിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇങ്ങനെ റോസസ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മുല്ലപ്പൂ വെക്കാം കേട്ടോ. ഇത് ഇങ്ങനെ റോസസ് ഒക്കെ വെക്കുമ്പോഴാണ് ഇതിന് എന്തൊക്കെയോ ലോബൺ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു ഫീൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് ഹെയർ സ്റ്റൈൽ. നമുക്ക് 4ാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം. ഇത് നമ്മൾ നേരത്തെ കെട്ടിയ ആ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ബ്രെയ്ഡ് ഞാൻ ഒന്നും ചേഞ്ച് വരുത്തുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അഴിഞ്ഞു കിടക്കുന്ന ബാക്കി മുടി ഉണ്ടല്ലോ അത് 3 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. 3 സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ സെഷനും നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ സാധാരണ പിന്നില്ലേ അതുപോലെ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനും നന്നായിട്ട് ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം ഇത് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ബ്രെയ്ഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെഷൻ ബ്രെയ്ഡ് ചെയ്തിട്ട് നമ്മളിത് ലൂസൻ ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് കുറച്ച് തിക്നെസ് തോന്നുള്ളൂ. അതുപോലെ നമ്മുടെ മുടിക്ക് മൊത്തം ഒരു സാധാരണ ബ്രെയ്ഡ് ചെയ്യണതിനേക്കാളും നല്ല തിക്നെസ്സും തോന്നും. ആൻഡ് ഓൾസോ നല്ല ഭംഗിയുള്ളൊരു ഫിനിഷാണ് ഈ ഹെയർ സ്റ്റൈലിന് കാണാൻ. കണ്ടോ, ഇപ്പോൾ 3 ബ്രെയ്ഡ്സ് നമുക്ക് കിട്ടി. ഇതെല്ലാം കൂടി നമുക്ക് പിടിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നി കൊടുക്കാം. പിന്നി കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് പരത്തി പിന്നാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ മുടിയൊക്കെ പണ്ടത്തേനേക്കാളൊക്കെ ഫുള്ള് പകുതിയായിട്ട് പോയിട്ടോ. എനിക്ക് മറ്റേ ഫുഡ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം എൻ്റെ ഫുൾ മുടിയും പോയി എന്നുള്ള സത്യം. ഇതൊന്നും അല്ലായിരുന്നല്ല എൻ്റെ ഹെയറിൻ്റെ ഒരു തിക്നെസ്. ആ വയ്യായിക്ക് വന്നതിന് ശേഷം മുടി ഫുൾ പോയി എന്നുള്ള സത്യം. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബ്രെയ്ഡ്സ് തിൻ ഹെയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതും നമുക്ക് മുല്ലപ്പൂ അല്ലെങ്കിൽ റോസ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ അത് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 4ാമത്തെ ഹെയർ സ്റ്റൈൽ കേട്ടോ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി, നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ ട്രൈ നോക്കാണ്ട് മറന്നുകൊണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 5ാമത്തെ ഹെയർ സ്റ്റൈലാണ്. ഇത് ഞാൻ സൈഡ് പാർട്ടീഷൻ എടുക്കുന്നത്. ഇത് സൈഡ് പാർട്ടീഷൻ എടുത്താൽ മാത്രമേ ഇത് ചെയ്താൽ ശരിയാവുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുക, പീസസ് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, പീസസ് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കുറഞ്ഞ മുടിയുള്ള സൈഡിൽ നിന്ന്, അതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഈ മുടിയെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് മാക്സിമം ഇപ്പുറത്തെ ചെവിൻ്റെ അവിടെ വരെ ഞാൻ ഇത് കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് ഇതൊരു സൈഡ് ബ്രീഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നല്ല സെക്യൂർ ആയിട്ടൊരു പിന്ന് വെച്ച് നമ്മൾ കുത്തി വെക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം ഈ കൂടുതൽ മുടിയുള്ള സ്ഥലത്ത് വീണ്ടും ഇങ്ങനെ കുറച്ച് മുടി എടുക്കുക, കുറച്ച് മുടി എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബാക്കി കൊണ്ടുവന്നതിൻ്റെ കൂടെ ഒരുമിച്ച് ഇതെല്ലാം കൂടി പിന്നി വെക്കുക കേട്ടോ. നമുക്ക് നോർമൽ ബ്രീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് ടെയിൽ ബ്രീഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് നോർമൽ ബ്രീഡാണ് ചെയ്തത്. എന്നിട്ടൊന്ന് ജസ്റ്റ് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ മാതിരി നമ്മുടെ മുടി വരും. ആൻഡ് ഓൾസോ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുല്ലപ്പൂ വെച്ച് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത മാതിരി റോസസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ഓൾ അപ്പ് ടു യു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ട്രൈ നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസിന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ 5 ഹെയർ സ്റ്റൈൽസും ഇഷ്ടമായതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. ആൻഡ് ഓൾസോ ഓണം സീരീസ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആൻഡ് കസിൻസ് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി മറന്നുകൊണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.